നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ അമ്മത്തൊട്ടിലിൽ 1000ാമത്തെ കുഞ്ഞ് എത്തിയിരിക്കുകയാണ്. സഹസ്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3:35 5 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞ് അമ്മത്തൊട്ടിലെത്തിയത്. 2002 നവംബറിലാണ് കുട്ടികളെ ഉപേക്ഷിക്കുന്നവർക്കായി ഈ അമ്മത്തൊട്ടിൽ ആരംഭിച്ചത്. സാന്ത്വന സാജു ആണ് ചേരുന്നത്. സാന്ത്വന, ഒരു കുഞ്ഞും അനാഥയാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. പക്ഷേ ആരെങ്കിലും അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ചേർന്ന് ഒരു തണലൊരുക്കുക, അത് തന്നെയാണ് അമ്മത്തൊട്ടിൽ കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴാ 1000ാമത്തെ കുഞ്ഞെത്തിയിരിക്കുന്നു. 1000ാമത്തെ ചിരിയായിരിക്കട്ടെ. സഹസ്ര എന്ന അർത്ഥവത്തായ ഒരു പേര് കൂടി നൽകിയിരിക്കുന്നു അല്ലേ സാന്ത്വന? അതേ വിനിത, സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞും അമ്മത്തൊട്ടിലേക്ക് വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എപ്പോഴത്തെയും ആഗ്രഹം. ഓരോ തവണയും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് കേൾക്കുന്നവർക്കും റിപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ തന്നെയും അത് എപ്പോഴും ഒരു സംശയം തോന്നിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അമ്മത്തൊട്ടിൽ എല്ലാ കുട്ടികൾക്കും കൃത്യമായ രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിനിത ആശ്വാസകരമായ ഒരു കാര്യം. അതിനിടയ്ക്കാണ് ഇപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ 1000ാമത്തെ കുഞ്ഞുകൂടി അമ്മത്തൊട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ ശിശുക്ഷേമ സമിതി തന്നെ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തിന് അടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന അമ്മത്തൊട്ടിലേക്കാണ് ഇന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് 3:35 2.25 കിലോയോളം ഭാരമുള്ള ഒരു പെൺകുഞ്ഞിനെ കിട്ടിയിരിക്കുന്നത്. ആ കുഞ്ഞിനെന്തായാലും സഹസ്ര എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് എന്നുകൂടി ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. 1000ാമത്തെ കുഞ്ഞാണ്. ഈ പറഞ്ഞതുപോലെ 2002 നവംബർ 14 അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത്. അതിനുശേഷം അമ്മത്തൊട്ടിലേക്ക് എത്തുന്ന 1000ാമത്തെ കുട്ടിയാണ്. ആദ്യമായി എത്തിയതും ഒരു പെൺകുട്ടി തന്നെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശിശുക്ഷേമ സമിതി വ്യക്തമാക്കുന്നത്. അന്ന് ആ കുട്ടിക്ക് നിത്യ എന്നായിരുന്നു പേരിട്ടിരുന്നത്. ഇപ്പോൾ 1000ാമത് കിട്ടിയ കുട്ടിക്ക് സഹസ്ര എന്നാണ് പേരിടുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് പെൺകുട്ടികളെയാണ് എന്നുള്ള കാര്യം കൂടി സമിതി വ്യക്തമാക്കുന്നുണ്ട്. വിനിത 681 പെൺകുട്ടികളെയും 319 ആൺകുട്ടികളെയുമാണ് ഇതിനിടയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും അധികം കുട്ടികളെ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലാണ് എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വിനിത 667 കുട്ടികളെയാണ് തിരുവനന്തപുരത്ത് മാത്രം ലഭിച്ചിരിക്കുന്നത്. അതാണ് സാന്ത്വനയാണ് വിശദാംശങ്ങൾ നൽകിയത്. സാന്ത്വന പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ അമ്മത്തൊട്ടിലുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിനെ കൂടി കിട്ടിയെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കണ്ണ് നനഞ്ഞുകൊണ്ട് തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ഒരു കുഞ്ഞും ഉപേക്ഷിക്കപ്പെടരുത്. 1000 കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നതിൽ കുറച്ച് ഞെട്ടൽ കൂടിയുണ്ട്. പക്ഷേ അമ്മത്തൊട്ടിൽ എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ പരിചരണം സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. അവരെ സ്വന്തം എന്ന പോലെ തന്നെ നോക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട് എന്നത് ആശ്വാസകരം തന്നെയാണ്. അങ്ങനെ ഒരു തണലായി അമ്മത്തൊട്ടിൽ അവിടെയുണ്ട്.